തിരുവനന്തപുരം വർക്കലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. ധർമ്മപുരി സ്വദേശി 21 വയസ്സുള്ള ശക്തിവേലാണ് അരൂർ പോലീസിന്റെ പിടിയിലായത്. 2025 കേസിനാസ്പദമായ സംഭവം. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ പ്രതി വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോവുകയും ഇയാളുടെ സഹോദരിയുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇത് 2025 നടന്ന സംഭവമാണ്. ഒരു വർഷത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. അതായത് ഈ പരാതി നൽകാൻ വൈകിയതാണോ, ഇത്രയധികം കാലതാമസം ഉണ്ടായത്, അതോ ഈ സംഭവത്തിന് ശേഷം ഈ പ്രതിക്കെതിരെ ശക്തിവേലിനെതിരെ കേസെടുത്ത ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു? 2025 നടന്ന സംഭവത്തിൽ അന്ന് തന്നെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയെ പരിചയത്തിലായ പെൺകുട്ടിയുമായി അദ്ദേഹം ഈ പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള പരിശോധന നടന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇയാൾ കേരളത്തിലേക്ക് എത്തി എന്നൊരു വിവരം ലഭിച്ചു. തുടർന്ന് കേരളത്തിൽ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ശക്തമായ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ പെൺകുട്ടിയെ വർക്കലയിൽ ഉപേക്ഷിച്ച ശേഷം, അതായത് വഴിയിൽ ഇറക്കിവിട്ട ശേഷം ഇയാൾ കേരളത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ച് തമിഴ്നാട്ടിൽ ഈ പെൺകുട്ടിയുടെ കൂടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. ഒടുവിൽ ദീർഘനാളത്തെ അന്വേഷണം, പല രീതിയിലുള്ള അന്വേഷണം നടത്തിയതിനൊടുവിലാണ് തമിഴ്നാട്ടിൽ തന്നെയുള്ള ഒരു ക്വാറിയിൽ ഇയാൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം പോലീസ് ലഭിച്ചത്. എന്നാൽ ഈ ക്വാറിയിലേക്ക് വളരെ വിജനമായ ഒരു പ്രദേശമാണ്. മാത്രമല്ല, ആ ഭാഗത്തേക്ക് കേരള പോലീസിന് എത്തുക എന്നുള്ളത് വളരെ ദുർഘടമായ ഒരു കാര്യം കൂടിയായിരുന്നു. എങ്കിലും വളരെ ഈ സാഹസികമായി തന്നെ എന്ന് പറയാം, പോലീസ് അവിടെ എത്തുകയും ഇയാളെ പിടികൂടുകയായിരുന്നു. ഈ ഒരു വർഷത്തോളം നീണ്ട അന്വേഷണം, കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു. എങ്കിലും ഇയാൾ വളരെ വിദഗ്ധമായി പോലീസിനെ വെട്ടിച്ച് പല ഭാഗങ്ങളിൽ, തമിഴ്നാട്ടിന് തന്നെ വളരെ ഉൾ പ്രദേശങ്ങളിലേക്ക് ഇയാൾ പല തവണ ഒളിച്ച് താമസിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സാഹസികവുമായും വളരെ കൃത്യവുമായി തന്നെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? കാരണം ഇത് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ പരിചയപ്പെട്ട് പീഡിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ടോ? ഇതിനു മുൻപ് ഏതെങ്കിലും കേസോ പരാതിയോ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണോ? ഇയാളെ സംബന്ധിച്ച് നേരത്തെ കേരളത്തിലും തമിഴ്നാട്ടിലും തന്നെ ഇത്തരത്തിലുള്ള പരാതികളില്ല. ഇയാൾക്ക് 21 വയസ്സായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രായം. ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ യാദൃച്ഛികമായാണ് ഈ വർക്കലയിലുള്ള പെൺകുട്ടിയുമായി പരിചയത്തിലാവുന്നത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെയാണ് അയാൾ വർക്കലയിലെത്തി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ സഹോദരിയുടെ വീട്ടിലെത്തിച്ച് അവിടെ താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ പെൺകുട്ടിയെ പീഡനം ഏൽക്കേണ്ടി വന്നത്. തുടർന്നാണ് ഈ പോലീസിൽ പരാതി പോവുകയും പോലീസ് അന്വേഷണം വളരെ ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കേസിൽ നിന്ന് ഒഴിവാകുമെന്നായിരുന്നു ഇയാൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനൊടുവിലാണ് ഇയാൾ പിടിയിലായത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ രീതിയിലുള്ള മറ്റ് കേസുകളൊന്നും തന്നെ ഉള്ളതായി പോലീസ് പറയുന്നില്ല. അഭിലാഷ്, എന്തായാലും ഈ സംഭവത്തിൽ ഇയാൾ മാത്രമാണോ ഈ പ്രതിപട്ടികയിലുള്ളത്? മാത്രമല്ല, ഈ സഹോദരിയുടെ വീട്ടിലെത്തിച്ചാണല്ലോ പീഡനം നടന്നത്. സഹോദരിയുടെ അറിവോടെയായിരുന്നോ ലൈംഗിക ചൂഷണം? അങ്ങനെയെങ്കിൽ ഈ സഹോദരിയും ഈ പ്രതിപട്ടികയിലേക്ക് വരേണ്ടതല്ലേ? തീർച്ചയായും പ്രതിയെ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന് വേണ്ടി സഹായിച്ചു എന്ന നിലയിൽ സഹോദരിയും പ്രതിപട്ടികയിലേക്ക് വരേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ സഹോദരി ഈ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഒരു തമിഴ്നാട്ടിലെ ഉൾനാടാണ് ഈ പ്രദേശം. ഈ പ്രതിയെ തന്നെ കണ്ടെത്തുക എന്നുള്ള വളരെ ദുഷ്കരമായിരുന്നു. ഏതായാലും ഈ സഹോദരിയുടെ ഉൾപ്പെടെ പോലീസ് പ്രതിപട്ടികയിലേക്ക് ചേർക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് ഇയാളുടെ പേരിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള കേസ് മാത്രമാണുള്ളത്. മറ്റുള്ള നടപടിക്രമങ്ങൾ ഇത്തരത്തിലായിരിക്കുമെന്നുള്ളത് പോലീസ് തുടർന്ന് അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.